PSC സജാരിയിലേക്ക് സ്വാഗതം. 2024 PSC ചോദിച്ചിട്ടുള്ള മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മലയാളം ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്നതുമായിട്ടുള്ള സിലബസിലൊരു ടോപ്പിക്കാണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ മാർക്കൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. പരീക്ഷൻ്റെ തലേന്ന് നോക്കിയാൽ പോലും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മലയാളം എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ പാർട്ടുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യപേപ്പറിൻ്റെ കോഡ് 41/2024 എന്ന് നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് കാണാനും അത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ 1 മാത്രം ശരി. അതായത് അടിമത്തം എന്ന വാക്ക് മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കി രണ്ടും തെറ്റാണ്. നിങ്ങൾക്ക് ഇതേമാതിരി ഏതെങ്കിലും വാക്കുകളൊക്കെ സംശയം തോന്നുകയാണ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ ചോദിക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ റിപ്ലൈ തരും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ ചോദ്യങ്ങൾ കാണുകയും അതിന് ഉത്തരം തരുന്നതുമായിരിക്കും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗമേത്? ഓപ്ഷൻ സി, പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനമേത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദി മൈറ്റി ഓഷ്യൻ. ഓപ്ഷൻ ബി, പലതുള്ളി പെരുവെള്ളം എന്നുള്ളതാണ് ശരി. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ചലം. ചലം എന്ന വാക്കിൻ്റെ അർത്ഥം പർവ്വതം അല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 95ാമത്തെ ചോദ്യം, ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? ഓപ്ഷൻ ഡി, സ്ഥാവരം ആണ്. ആറാമത്തെ ചോദ്യം, കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ ഡി, കർഷക ആണ്. 97ാമത്തെ ചോദ്യം, കൈയാടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥമെന്ത്? ഓപ്ഷൻ ബി, പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. 8ാമത്തെ ചോദ്യം, വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ എ, വിൺ പ്ലസ് തലം. 99ാമത്തെ ചോദ്യം, കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? ഓപ്ഷൻ ഡി, കഞ്ചനേർ മിഴി. അല്ലെങ്കിൽ കഞ്ചനേർ മിഴി എന്ന് പറയുന്നത് ഒരു ബഹുവ്രീഹി സമാസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത് ചോദിക്കും അല്ലേ? കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ തിരിച്ചും ചോദിക്കാം. 100ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, തെരുവാണ് ഇവിടെ ഉത്തരം വരുന്നത്. അതായത് ബാക്കി 3 ഓപ്ഷൻസും ഒരേ അർത്ഥമാണ് വരുന്നത്. അങ്ങാടി, കമ്പോളം, ആഭണകം. ഇനി നമ്മൾ 2ാമത്തെ ചോദ്യപേപ്പറിലേക്ക് പോവുകയാണ്. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി, വരകം. അതായത് ബാക്കി 3 ഓപ്ഷനും മാവിൻ്റെ പര്യായമാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. 2ാമത്തെ ചോദ്യം, ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി, കവ ഇത്രി അല്ലേ. അടുത്തത് 3ാമത്തെ ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഓപ്ഷൻ സി, വിദുഷി ആണ് ഉത്തരം. 4ാമത്തെ ചോദ്യം, അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? ഓപ്ഷൻ എ, അരയാൽ. 5ാമത്തെ ചോദ്യം, ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി, ജിജ്ഞാസ. 96ാമത്തെ ചോദ്യം, വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയം എന്ന വാക്കിൻ്റെ വിപരീത പദമാണ് പരകീയം. ഓപ്ഷൻ ബി. 97ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. പടക്കളം. പടക്കളം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി, പട പ്ലസ് കളം. 98ാമത്തെ ചോദ്യം, ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത്? ഓപ്ഷൻ ഡി, ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം. ഇനി 99ാമത്തെ ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി, ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അടുത്തത് 100ാമത്തെ ചോദ്യം, നല് ചേർത്തെഴുതുക. നല് പ്ലസ് നൂൽ. ഓപ്ഷൻ എ, നന്നൂൽ.
ഇത് തിരിച്ചും ചോദിക്കാം കേട്ടോ, നന്നൂല് പിരിച്ചെഴുതുക എന്ന് ചോദിക്കാം. അപ്പം ഓർത്തിരിക്കുക, ലാ കഴിഞ്ഞിട്ട് മേലെ ചന്ദ്രക്കലുള്ളതാണ് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 71ാമത്തെ ചോദ്യം, ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അഗാധത. അഗാധതയാണ് ശരിയായ പദം, ഓപ്ഷൻ എ. 72ാമത്തെ ചോദ്യം, ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി ഹൃദ്യസ്ഥമാക്കുക. 73ാമത്തെ ചോദ്യം, ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി ആജന്മം. 74ാമത്തെ ചോദ്യം, മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഡി ഹരിണമാണ് ഉത്തരം വരുന്നത്. അതായത് ബാക്കി 3 ഓപ്ഷനുകളും മഞ്ഞിൻ്റെ പര്യായമാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. 75ാമത്തെ ചോദ്യം, ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി ശിഷ്ടൻ. 76ാമത്തെ ചോദ്യം, വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. 77ാമത്തെ ചോദ്യം, തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. 78ാമത്തെ ചോദ്യം, നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി നായിക. 79ാമത്തെ ചോദ്യം, ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി വാണി. അതായത് ബാക്കി 3 വാക്കുകളുടെയും അർത്ഥം ശബ്ദം എന്നുള്ളതാണ്. 80ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഭൂചക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത ശബ്ദമേത്? ഓപ്ഷൻ ഡി അധ്യാപകന്മാർ. അധ്യാപകന്മാർ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനാണ്. അപ്പം ബാക്കി 3 എന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും താഴെ കാണാം അല്ലേ, 05/2024 അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും മേലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏറ്റവും താഴെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. 4ാമത്തെ ചോദ്യം പേപ്പർ, അതിൽ 91ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി വിദ്യുത് ശക്തി അല്ലേ, ആ ചാ നോക്കുക, 2 ചാ അല്ലേ. ഇനി അടുത്തത് 92ാമത്തെ ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ സി 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ഓപ്ഷൻ സി 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാറ് എങ്ങനെയാണ്? വിസ്തീർണമുള്ള ഭൂമി എന്നൊക്കെയാണ് പറയുക, പക്ഷേ യഥാർത്ഥത്തിൽ വിസ്തീർണമായ ഭൂമി എന്നാണ് പറയേണ്ടത്. 93, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഐ ആം സഫറിങ് ഫ്രം. സഫറിങ് ഫ്രം എന്നാണ് കൊടുക്കേണ്ടത്, ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. 94ാമത്തെ ചോദ്യം, അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ ജിജ്ഞാസ. 95, പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി നീഡം. നീഡം. നീഡജം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പക്ഷിയാണ് കേട്ടോ, കൺഫ്യൂസിങ് ആണ്. നീഡജം എന്ന് പറഞ്ഞാൽ പക്ഷി ആണ്. 96ാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം. അത് ചേർത്ത് എഴുതിയാൽ എന്താണ് വരിക? ഓപ്ഷൻ സി വാഗ്വാദം. ഓക്കെ, തിരിച്ചും പഠിച്ചു വെക്കണേ, പിരിച്ചെഴുതാനും പഠിച്ചു വെക്കണം. 97ാമത്തെ ചോദ്യം, അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി അണിയം. 98ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഓപ്ഷൻ എ അധികമായാൽ അമൃതും വിഷം. അതായത് ബാക്കി 3 എന്താണ്? ചിലപ്പോൾ നമ്മുടെ ശൈലികളൊക്കെയാണ്. ഓക്കെ, ശൈലികളും പഴഞ്ചൊല്ലുകളും വ്യത്യാസമുണ്ട് എന്നുള്ള ഓർത്തിരിക്കുക. വേറെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഉദാഹരണങ്ങളിലൂടെ പഠിച്ച് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ശൈലികൾ ഏതൊക്കെയാണെന്നുള്ളത്. കുറേ പഴഞ്ചൊല്ലുകളെ ഒരു പഴഞ്ചൊല്ലിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങൾ മലയാളം ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പഴഞ്ചൊല്ലുകളുടെ ഒരു വീഡിയോ. അതിൻ്റെ അർത്ഥങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പഴഞ്ചൊല്ലുകളൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി 99ാമത്തെ ചോദ്യം, ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി. അപ്പം താവഴി നമ്മൾ പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഓപ്ഷൻ സി തായ് പ്ലസ് വഴി.
100ാമത്തെ ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ഏകവചനമാണ്. പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. അടുത്തത് 5ാമത്തെ ചോദ്യം പേപ്പറാണ്. 91. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി അരോഗ ശരീരം. 92. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ സി 1ഉം 2ഉം ശരി. അതായത് നമുക്ക് പോട്ടവൻ എന്നും അത് വായിക്കാൻ പറ്റും, പോട്ടേയവൻ എന്നും വായിക്കാൻ പറ്റും. 2 രീതിയിൽ വായിക്കാം. 93. പിരിച്ചെഴുതുക. കാട്ടിനേൻ. ഓപ്ഷൻ എ കാട്ടി പ്ലസ് ഏൻ. 94. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓക്കെ, സ്നേഹാദര ആണ്, സ്നേഹോദര അല്ല. ഓക്കെ, ആ ഒരു അക്ഷരത്തെറ്റുകളൊക്കെ നിങ്ങൾ നോക്കാം. ഓപ്ഷൻ ബി ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. 95ാമത്തെ ചോദ്യം, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഡി നമ്മുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. 96. ഞാൻ എന്നർത്ഥം തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. ഓപ്ഷൻ ഡി മധൂലി. മധൂലി എന്ന് പറഞ്ഞാൽ തേൻ എന്നാണ് അർത്ഥം. 97ാമത്തെ ചോദ്യം, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ബി ആണ് മതിലിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ട് ഇറക്കാനും മേല. 98ാമത്തെ ചോദ്യം, എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. അപ്പം നമ്മളത് പഠിക്കാറ് ചെട്ടിച്ചിക്ക് എതിർലിംഗം എന്ന് പറയുന്നത് ചെട്ടി എന്നാണ്. പക്ഷേ ഇവിടെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 99ാമത്തെ ചോദ്യം, മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. ഓപ്ഷൻ ബി പീതാംബരൻ. ഓക്കെ, പീതാംബരൻ. 100ാമത്തെ ചോദ്യം, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ ഡി എല്ലാം ശരി. നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ധൃതി എന്ന് പറഞ്ഞാൽ തിടുക്കം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ വേഗം എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൻ്റെ കൂടെ വേറെയും 2 അർത്ഥങ്ങളുണ്ട്. ഉറപ്പ് അല്ലെങ്കിൽ സ്ഥൈര്യം എന്നൊക്കെ പറഞ്ഞാൽ ധൃതി എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം. 6ാമത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 91ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഓപ്ഷൻ ബി ലേഖകൻ. അപ്പം ബാക്കി 3 വാക്കുകളും തെറ്റാണ്. അത് നിങ്ങൾ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ. 92ാമത്തെ ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ഗുരുക്കൾ. 93ാമത്തെ ചോദ്യം, പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ജനകനാണ്. അപ്പം ബാക്കി 3 ഓപ്ഷനും പുത്രൻ എന്ന വാക്കിൻ്റെ പര്യായ പദമാണ്. ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നുള്ള അർത്ഥമാണ്. 94ാമത്തെ ചോദ്യം, തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. ഓപ്ഷൻ സി തീക്കനൽ. 95ാമത്തെ ചോദ്യം, രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ ഡി രാജർഷി. 96ാമത്തെ ചോദ്യം, സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി സുധ. 97ാമത്തെ ചോദ്യം, 800 എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി എൺ പ്ലസ് 100. 98ാമത്തെ ചോദ്യം, കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി ലോകവിവരം ഇല്ലാത്തവൻ. 99ാമത്തെ ചോദ്യം, മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി വാരിധം. ഓക്കെ, മേഘം എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥമാണ് വാരിധം, അല്ല പര്യായമാണ് വാരിധം. 100ാമത്തെ ചോദ്യം, ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഓപ്ഷൻ ഡി ശിഥിലം. ഇവിടെ ദൃഢം എന്ന വാക്കിൻ്റെ ആ ഒരു അക്ഷര എന്താണ്, ആ ഡായൊക്കെ എഴുതിയത് നിങ്ങൾ നോക്കുക. ഉള്ളോട്ടേക്ക് കെട്ടുള്ള ഡായാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ശിഥിലത്തിൻ്റെ ദ ഏത് ദായാണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക.
ഏഴാമത്തെ ചോദ്യപേപ്പർ 71ാമത്തെ ചോദ്യം. വിപരീത പദം എഴുതുക. വിയോഗം. ഓപ്ഷൻ എ സംയോഗം ആണ് വിയോഗത്തിൻ്റെ വിപരീത പദം. 72ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ഡി പക്ഷി. 73ാമത്തെ ചോദ്യം. ചേർത്തെഴുതുക. ദും പ്ലസ് ജനം. അപ്പോൾ അത് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ സി ദുർജനം എന്നാണ് വരിക. 74ാമത്തെ ചോദ്യം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി മഞ്ഞ്, നീഹാരം, തുഷാരം. ഇതൊക്കെ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ജോഡീൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത്. 75ാമത്തെ ചോദ്യം. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യ എന്നുള്ള വാക്കിൻ്റെ എതിർലിംഗമാണ് ഓപ്ഷൻ സി ഭൃത്യൻ. 76ാമത്തെ ചോദ്യം. ദ്വിഗജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഇവിടെ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. 77ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക. അവൻ. അവൻ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി ആ പ്ലസ് അൻ. 78ാമത്തെ ചോദ്യം. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ ആഖ്യാനം. ഇതുപോലെ കുറേ വാക്കുകളുണ്ട്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് അക്ഷരശുദ്ധി എന്ന ഭാഗത്ത് വരുന്നതാണ്. PSC ചോദിക്കും അക്ഷരത്തെറ്റുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. 79ാമത്തെ ചോദ്യം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? 79ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം. 80ാമത്തെ ചോദ്യം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. 8ാമത്തെ ചോദ്യപേപ്പറാണ്. 71ാമത്തെ ചോദ്യം. ശരിയായ രൂപമേത്? ഓപ്ഷൻ എ കയ്യെഴുത്ത്. 72ാമത്തെ ചോദ്യം. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി നെല് പ്ലസ് മണി. ഓക്കെ, ലാ അതിൻ്റെ മേലെ ചന്ദ്രക്കല. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. 73ാമത്തെ ചോദ്യം. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ വയ്യാകരണൻ. 74ാമത്തെ ചോദ്യം. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി അലിംഗ ബഹുവചനം. 75ാമത്തെ ചോദ്യം. പല്ലവപുടം വിഗ്രഹിക്കുക. ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം. 76ാമത്തെ ചോദ്യം. സമാന പദം എഴുതുക. മഞ്ഞ്. മഞ്ഞിൻ്റെ സമാന പദമാണ് ഓപ്ഷൻ ബി പ്രാലേയം. 77ാമത്തെ ചോദ്യം. മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത്? ഓപ്ഷൻ സി ഏണം. ഏണം. 78ാമത്തെ ചോദ്യം. ചേർത്ത് എഴുതുക. ചാ പ്ലസ് ഒന്നു. അപ്പോൾ ഇവിടെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു. കാരണം ഇത് രണ്ട് രീതിയിൽ ഉത്തരം വരും തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തത്. ക്വസ്റ്റ്യൻ 79. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. 80ാമത്തെ ചോദ്യം. സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതമേത്? ഓപ്ഷൻ ബി കുപ്രസിദ്ധം. 9ാമത്തെ ചോദ്യപേപ്പറാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ. മൃത്തിക എന്തിൻ്റെ പര്യായമാണ്? ഓപ്ഷൻ ബി മണ്ണ്. 66ാമത്തെ ചോദ്യം. നൈതികം എന്നാൽ? ഓപ്ഷൻ ഡി നീതിയെ സംബന്ധിച്ചത്. നീതിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് നൈതികം. 67ാമത്തെ ചോദ്യം. എരി പ്ലസ് തീ ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ സി എരിതീ. എരിത്തീ എന്ന് വരില്ല, രണ്ട് താ വരില്ല കേട്ടോ, ഒരു തായേ ഉള്ളൂ, എരിതീ എന്നാ വരുള്ളൂ. 68ാമത്തെ ചോദ്യം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ഊഷരം ശീതളം. തെറ്റാണല്ലേ. ഊഷരം എന്നുള്ളതിൻ്റെത് ഉർവരമാണ് വരിക, ശീതളം എന്നുള്ളതിൻ്റെ ഉഷ്ണമാണ് വരിക അല്ലേ. ബാക്കിയുള്ള ജോഡികളൊക്കെ അപ്പോൾ അതിനർത്ഥം ശരിയാണ് എന്നാണ്. അപ്പോൾ അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. 69ാമത്തെ ചോദ്യം. ജസ്റ്റ് അറൗണ്ട് ദ കോർണർ.
എന്നതിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ഓപ്ഷൻ ബി ഉടനടി നടക്കാനിടയുള്ള കാര്യം. 70-ാമത്തെ ചോദ്യം ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. 71-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ജടിലം. 72-ാമത്തെ ചോദ്യം ഇരുമ്പ് എന്ന വാക്കിൻ്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആയസം. ഓപ്ഷൻ ബി ആയസം. 73-ാമത്തെ ചോദ്യം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? ഓപ്ഷൻ ബി 2, 3 ശരി. ഏതൊക്കെയാണ് അപ്പം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 20 പശുക്കൾ വാങ്ങി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 30 കുട്ടികൾ വന്നു. 74-ാമത്തെ ചോദ്യം ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? സി പൂജക ബഹുവചനം. 75-ാമത്തെ ചോദ്യം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2, 3 തെറ്റ്. അതായത് ഈ 3 വാക്യങ്ങളും തെറ്റാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 76-ാമത്തെ ചോദ്യം ശരിയായ പദമേത്? ഓപ്ഷൻ ബി ആദരാഞ്ജലികൾ. 77-ാമത്തെ ചോദ്യം കടബാധ്യത വിഗ്രഹിച്ചാൽ, അതായത് കടബാധ്യത വിഗ്രഹിച്ചാൽ ഓപ്ഷൻ ഡി വരും. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത, അതിൻ്റെ ഒറ്റപ്പദമാണ് കടബാധ്യത. 78-ാമത്തെ ചോദ്യം കര ചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ. ഓപ്ഷൻ ബി കരം, ചരണം മുതലായവ. 79-ാമത്തെ ചോദ്യം നിരാമയൻ എന്നാൽ. ഓപ്ഷൻ സി ദുഃഖമില്ലാത്തവൻ. അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം, ദുഃഖമില്ലാത്തവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം ഏത്? നിരാമയൻ. 80-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏത്? ഓപ്ഷൻ സി വാഗ്ദേവത. വാഗ് പ്ലസ് ദേവത, അതായത് ഇത് തെറ്റാണ്. ആ വാഗ് എന്നുള്ളിടത്തിൽ സാധാരണ കാമതി, വാക്ക് സാധാരണ കാമതി അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി 3 ഓപ്ഷൻസും ശരിയാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ 10-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. 71-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ഓപ്ഷൻ എ കവയിത്രി. 72-ാമത്തെ ചോദ്യം ശരിയായ വാക്യമേത്? ഓപ്ഷൻ ഡി അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. 73-ാമത്തെ ചോദ്യം നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. മലയാള പരിഭാഷ എന്ത്? ഓപ്ഷൻ സി നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. 74-ാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. പൊക്കമുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഓപ്ഷൻ ബി പ്രാംശു. 75-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായമല്ലാത്തതേത്? ഓപ്ഷൻ ബി അഗ്രിമൻ. അഗ്രിമൻ. അതായത് ബാക്കി 3 ഓപ്ഷനും അഗ്നിയുടെ പര്യായ പദമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾ പഠിക്കണം. 76-ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. തിക്തം. തിക്തം എന്ന വാക്കിൻ്റെ വിപരീതമാണ് മധുരം. 77-ാമത്തെ ചോദ്യം ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ ഡി ആശ്രിതനായി കഴിയുക. 78-ാമത്തെ ചോദ്യം സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നൂനം. ഓപ്ഷൻ എ കുറവ്, നിശ്ചയം. അതായത് ന്യൂനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കുറവ്, ന്യൂനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നിശ്ചയം. അത് യഥാക്രമം എഴുതിയതാണ്. 79-ാമത്തെ ചോദ്യം പുല്ലിംഗ ശബ്ദം എഴുതുക. സ്നുഷ. സ്നുഷ എന്ന വാക്കിൻ്റെ പുല്ലിംഗ ശബ്ദമാണ് ജാമാതാവ്. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ അല്ലേ, ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ. ഓക്കെ. 80-ാമത്തെ ചോദ്യം
വാക്യം ചേർത്തെഴുതുക. ഒന്നാമത്തെ വാക്യം എന്താണ്? ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ വാക്യം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അപ്പം അതെങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ 100-ൽ കൂടുതൽ ചോദ്യങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ വീണ്ടും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് 2024 മലയാളം ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്